കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി. എല്ലാവർക്കും അറിയാം, 2000 രൂപ വെച്ച് 3 പ്രാവശ്യം ടോട്ടൽ 6000 രൂപ അക്കൗണ്ടിൽ സാമ്പത്തിക സഹായമായി ലഭിക്കുന്നതാണ്. എന്നാൽ അപേക്ഷ സമർപ്പിച്ചിട്ടും ചില പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടാവാം. എക്സാമ്പിൾ, അപേക്ഷ സമർപ്പിച്ച് ഒരു 1-2 വർഷം വെയിറ്റ് ചെയ്തിട്ടും യാതൊരുവിധ തുകയും അക്കൗണ്ടിൽ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗഡു മുടങ്ങാതെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചു, 1-2 ഗഡുക്കളൊക്കെ കിട്ടി, അതിനുശേഷം പിന്നീട് യാതൊരുവിധ തുകയും അക്കൗണ്ടിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തുക മുടങ്ങാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളുടെ അപേക്ഷയുടെ നില എന്നുള്ളത് പരിശോധിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് PM കിസാൻ്റെ വെബ്സൈറ്റിനകത്ത് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളൊരു ടാബ് മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ നില എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ അപേക്ഷ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ അപേക്ഷ എന്തെങ്കിലും കാരണം കൊണ്ട് റിജക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപേക്ഷ അപ്രൂവ്ഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുക. അപേക്ഷ എന്തെങ്കിലും കാരണവശാൽ റിജക്ഷൻ ചെയ്തവരാണെങ്കിൽ കൃത്യമായിട്ട് എന്താണ് റിജക്ഷൻ്റെ കാരണം എന്നുള്ളത് കൂടെ അതിനകത്തുണ്ടാവും. അപ്പോൾ ആ റിജക്ഷൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാനാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സ്റ്റാറ്റസ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അപേക്ഷ അപ്രൂവ്ഡ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അപേക്ഷയിൽ KYC ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. KYC ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് KYC എന്ന് പറയുന്നത്. KYC ചെയ്യാൻ നിങ്ങളുടെ PM കിസാൻ്റെ വെബ്സൈറ്റിനകത്ത് ഈ KYC എന്നൊരു ടാബ് ഉണ്ടാവും. ആ ടാബിനകത്ത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകിക്കൊണ്ട് KYC കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് ആധാർ നമ്പർ നൽകിക്കഴിഞ്ഞാൽ ആധാറിൽ ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ KYC കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ KYC ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ KYC ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ്. ഒട്ടുമിക്ക എല്ലാവരുടെയും അക്കൗണ്ട് നമ്പറും ആധാർ കാർഡും ലിങ്ക് ആയിരിക്കാം, പക്ഷേ സീഡ് ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ആധാർ കാർഡ് നൽകി സീഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. സീഡ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കുകയുള്ളൂ. മുൻപ് നമ്മൾ PM കിസാൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ കൂടെ അക്കൗണ്ട് നമ്പറും ബാങ്ക് പാസ്ബുക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകുന്നില്ല. നിങ്ങളുടെ ആധാർ കാർഡ് ഏത് ബാങ്കിലാണോ സീഡായിരിക്കുന്നത് ആ ബാങ്കിലോട്ടാണ് നിങ്ങളുടെ തുക പോകുന്നത്. അതുകൊണ്ട് സീഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സീഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നതല്ല. അടുത്തതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തലാണ്. നമ്മുടെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യുക എന്ന് പറയാം. ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എയിംസിൻ്റെ പോർട്ടലിലാണ്. എയിംസിൻ്റെ പോർട്ടലിനകത്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ വെച്ച് തന്നെ നമുക്ക് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തു എന്നുകൂടെ നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്തതായിട്ട് ചെയ്യേണ്ടത് കർഷക രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. കർഷക രജിസ്ട്രേഷനും എയിംസ് പോർട്ടലിൽ തന്നെയാണ് ചെയ്യേണ്ടത്. കർഷക രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ നികുതി ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. കർഷക രജിസ്ട്രേഷൻ ചെയ്തു എന്നുകൂടെ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചെന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നെ നിങ്ങളുടെ ഗഡു നിങ്ങൾക്ക് മുടങ്ങാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. ചില കേസുകളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താലും പൈസ കിട്ടാത്ത ചില കേസുകളൊക്കെ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകിയിരിക്കുന്ന പേരും
നിങ്ങളുടെ ആധാർ കാർഡിലെ പേരും ഒക്കെ എന്തെങ്കിലും രീതിയിൽ മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തുക ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ 2 ആധാർ കാർഡ് ഒരേ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ പൈസ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില റെയർ കേസുകൾ കൊണ്ടും നിങ്ങളുടെ പൈസ അക്കൗണ്ടിൽ വരാതെ സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ വളരെ റെയറായിട്ട് വരുന്നതാണ്. അല്ലാത്ത കേസിലെല്ലാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരിക്കലും നിങ്ങളുടെ ഗഡു മുടങ്ങുന്നതല്ല.